കാര്യലാഭത്തിന് വേണ്ടി വേറുള്ളവരെ ഇരയാക്കരുത്. ഇതൊരുമാതിരി മ്ലേച്ഛകരമായ രീതിയിലുള്ള ഇരയാക്കല്. പുറത്തെങ്ങാനുമായിരുന്നെങ്കിൽ നീ അയാളെ ഇടിച്ചേനെ. അപ്പൊ ഋഷി പറയുന്നു ഞാൻ ഉറപ്പായിട്ടും ഇടിച്ചേനെ എന്ന്. അപ്പൊ ഉടനെ അൻസിബ നീ ഇടിക്കുന്നതിന് മുമ്പ് ഞാൻ മഗ് എടുത്ത് എറിഞ്ഞേനെ. ഇനി രണ്ടും കൂടി അഭിനയമായിട്ട് എന്റെ അടുത്തേക്ക് വന്നാല് ഞാൻ ഉറപ്പായിട്ടും മഗ് എടുത്തെറിയും. അപ്പൊ ഋഷി പറയുന്നു നമുക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് അവർക്ക് അറിയില്ല. നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്, ഇനി അയാൾ കരുതിയേ ഇരിക്കത്തുള്ളൂ. ഋഷിയും അൻസിബയും സംസാരിക്കുന്നത് ജിൻഡോനി രതീഷിനെ കുറിച്ചാണെന്നാണ് എന്റെ നിഗമനം. ഇവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ജിൻഡോയുടെ മോഹം കാണിക്കുന്നുണ്ടായിരുന്നു. അൻസിബ രണ്ടുപേരെ എന്ന് ഉദ്ദേശിച്ചത് ഇവരെ തന്നെ ആയിരിക്കണം. വെറും ഒരു പിണക്കമല്ല ഇത്. കാരണം വെറും ഒരു പിണക്കമാണെങ്കിൽ അൻസിബ ഇത്രയും വയലൻസിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടു കൂട്ടരും തെറ്റി എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. തെറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ജിൻഡോ ആ ലെവലിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്. ജിൻഡോ അവിടെ ഗെയിം കളിക്കാത്തവരായിട്ട് ആരുമില്ല. ജാനു ഉണ്ടായിരുന്നപ്പോ ജാനുവിനോട് മാത്രമേ ഗെയിം കളിക്കാത്തതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അൻസിബ പറയുന്നുണ്ട് ഞാൻ ഭൂമി ദേവിയോളം ക്ഷമിക്കും, അത് കഴിഞ്ഞ് ഞാൻ എറിഞ്ഞു പൊട്ടിക്കും, കൺമുമ്പിൽ കാണുന്നത് ഞാൻ എടുത്തെറിയും. ഇവിടെ ഞാൻ ക്ഷമിക്കുന്നത് പുറത്തും ഒരു ലൈഫ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. പാവമല്ലേ പാവമല്ലേ എന്ന് ഓർത്ത് ഞാൻ ക്ഷമിക്കുന്നതാണ്, ഇനി ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് പറയുന്നു. അപ്പൊ ഉടനെ ഋഷി നമുക്ക് സംസാരിക്കാം നീ കൂളായിട്ടിരിക്കുക എന്ന് പറയുന്നു. സംഭവം എന്താണെന്നുള്ളത് ഇവര് ചർച്ച ചെയ്യുന്നില്ല. ഋഷിയും അൻസിബയും പിന്നീട് ജിൻഡോയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കാര്യം എന്താണ് എന്നുള്ളത്, വിഷയം എന്താണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എന്തായാലും അൻസിബയ്ക്ക് എന്തോ ഒരു കാര്യം ഹേർട്ടായിട്ടുണ്ട്, ഋഷിക്കും ഹേർട്ടായിട്ടുണ്ട്. ഇവർ രണ്ടു കൂട്ടരും തമ്മിൽ തെറ്റി. രതീഷും ജിൻഡോയും ആയിട്ട് അൻസിബ ഋഷി തെറ്റി. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.